ആട് ജീവിതം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പേഴ്സണലി വെയിറ്റ് ചെയ്യുന്ന ഒരു 2024 വൺ ഓഫ് ദി ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ആട് ജീവിതമാണ്. ഓക്കെ, ബിക്കോസ് ആ ഒരു സിനിമയുടെ എന്താ പറയുക, ഒന്നാമത് ആ ഒരു സ്റ്റോറി ലൈൻ, ഓക്കെ, ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്, ഒരാളത് നജീബ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ജീവിതം. അതിലുപരി ഞാനൊരു പ്രവാസിയായ അച്ഛൻ്റെ മകനാണ്. ഓക്കെ, ഞാനും അച്ഛനും ഈ നല്ല ടേംസിലല്ലെങ്കിലും ഐ നോ ദാറ്റ് പ്രവാസി സ്ട്രഗിൾ. ഓക്കെ, അത് കണ്ട് ശീലിച്ച ഒരാളാണ്. കാരണം എനിക്ക് പെട്ടെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുതരാൻ പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രവാസിയുടെ മകനായതുകൊണ്ട് പറഞ്ഞുതരാൻ പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണുന്ന എത്ര പേരിത് എനിക്കറിയില്ല, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുള്ളത്. അച്ഛ എന്നൊരാളെ വിളിച്ച, അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന വാക്ക് അച്ഛ എന്ന് നമ്മൾ വിളിക്കില്ലേ, എനിക്കറിയില്ല അതെങ്ങനെ നിങ്ങൾക്കത് കൺവേ ചെയ്ത് തരണം എന്നുള്ളത്. ഞാൻ ഭയങ്കര റെയറായിട്ടാണ്. ഒന്നാമത് ഞാനും അച്ഛനും തമ്മിലുള്ളൊരു ലൈക്ക് സം ഗ്യാപ്സ് അതേർ. അതല്ലെങ്കിൽ പോലും ഞാൻ ജനിച്ച് വളർന്ന് അമ്മയാണ് നോക്കിയത്. അച്ഛനിങ്ങനെ ഈ 2 വർഷം കൂടുമ്പോഴും 1 വർഷം കൂടുമ്പോഴൊക്കെ വന്നു പോകുന്ന ലൈക്ക് ഫാദർ, അച്ഛൻ. ആ ടൈമിൽ എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂൾ ടൈമിലൊക്കെ ഞാൻ അച്ഛൻ പോയതിന് ശേഷം, അച്ഛൻ ഗൾഫിൽ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് അച്ഛൻ പോകുമ്പോൾ. സ്കൂൾ ടൈം ഇൻ ദ സെൻസ് ഒരു 5ാം ക്ലാസ് 4ാം ക്ലാസ്സിലെ കഥ ഞാൻ പറയുന്നത്. ഞാൻ തലനൊക്കെ കെട്ടിപ്പിടിച്ച് കുറേ അച്ഛ വിളിച്ചു നോക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ വായിൽ, പിന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരു പെയിൻ ഉണ്ട് എൻ്റെ മനസ്സിലും എൻ്റെ തലയിലും. അതായത് എനിക്കിനി അച്ഛാന്ന് ഞാൻ എങ്ങനെ വിളിക്കും? ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അച്ഛാന്ന് വിളിച്ചു. പോകുമ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ആ ടെൻഷനാണ്, ഞാൻ അച്ഛാന്ന് എപ്പോഴാണ് വിളിക്കുക, സംഗതി ഉണ്ട്. പിന്നെ കുറച്ചുകൂടി വലുതായ സമയത്ത് പിന്നെ ഗ്യാപ്പ് ഡിഫറൻസ് അറിയാലോ, ലൈക്ക് അച്ഛൻ മകൻ ഗ്യാപ്പുകളൊക്കെ വന്നു. ദാറ്റ് ഈസ് സ്റ്റിൽ ദെയർ, സ്റ്റിൽ എക്സിസ്റ്റ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, ഒരു പ്രവാസിയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ പെയിന് ഭയങ്കരമായിട്ട് അറിയാവരുത്. ഇപ്പം എനിക്കിത് വിളിക്കാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്വന്തം മക്കളെ അച്ഛാന്ന് വിളിക്കുന്ന കേൾക്കാൻ പറ്റാത്തൊരു സങ്കടം പേറി ഒരു ലൈഫ് മൊത്തം ഒരു ഒറ്റയാൻ ജീവിതമായിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്ന ആളുകളുടെ സ്ട്രഗിളിനെ കുറിച്ചിട്ടല്ല. എൻ്റെ അച്ഛനൊക്കെ ഗൾഫിലുള്ള ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ പോയ ടൈമിൽ ഒരു 10-30 കൊല്ലം ബാക്കിലൊക്കെ നിങ്ങൾ ഈ ഒറ്റയാൻ ലൈഫ് ജീവിക്കുന്ന പ്രവാസികളുടെ ഒരു ജീവിതത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ആട് ജീവിതം എന്ന് പറഞ്ഞുള്ള മൂവി. അപ്പോൾ ഈ മൂവിയുടെ പല സിനിമയുടെയും പ്രീ പ്രമോഷൻ ഗിമിക്കുകളെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ചിലത് ഭക്തിയിൽ പൊതിയും, ചിലത് ഇല്ലാക്കാതെ പറയും. ആളുകളുടെ ഇടയ്ക്ക് ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ കൊടുത്തിട്ട് ആളുകൾ അങ്ങനെ പ്രീ കൺസീവ്ഡ് നോഷൻ വെച്ച് തലയിൽ വെച്ച് സിനിമയ്ക്ക് പോയിട്ട് ഇത് എന്തോ നടയെന്ന് ചോദിക്കുന്ന പല സിനിമകളും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, പല ഗിമിക്കുകളും കാണിച്ച് പല സിനിമകളും 8 നില പൊട്ടിയിട്ടുമുണ്ട്. ബട്ട് മാൻ, ആട് ജീവിതം ഈസ് എ ഡിഫറെൻറ്റ് ഗെയിം ഓൾ ടുഗെദർ. കാരണം ആട് ജീവിതത്തിൽ അവരെന്താണോ നമുക്ക് കാണിച്ചു തരുന്നത്, ഒറ്റപ്പെട്ട ഒരാളുടെ ഫൈറ്റ്, ഒരു സ്ട്രഗിൾ, ഒരു പ്രവാസിയുടെ ജീവിതം കാണിച്ചു തരുമ്പോൾ ദ എൻറ്റയർ ക്രൂ ആ ഒരു ഒറ്റപ്പെടലുകളിലൂടെ പോയി ചിത്രീകരിച്ചൊരു സിനിമ എന്നുള്ളൊരു ഭയങ്കരമായ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ അവർക്ക് ആ ഒരു ആരുടെ കഥയാണോ പറയുന്നത്, എങ്ങനത്തെ കഥയാണോ പറയുന്നത്, അത് ലൈഫിൽ സെൽഫ് എക്സ്പീരിയൻസ് ചെയ്തൊരു അവസ്ഥ ഉണ്ടായിട്ടുള്ളൊരു ക്രൂ ആണ് ഇവർ, ബ്ലസി ആൻഡ് ടീം. സോ ആട് ജീവിതത്തിൻ്റെ ഒരു 2 വീഡിയോ വന്നിട്ടുണ്ട്, മസ്റ്റ് വാച്ചാട്ടോ. 2 വീഡിയോ മസ്റ്റ് വാച്ച്. ബ്രിങ്ങിങ് ആട് ജീവിതം ടു ലൈഫ് എന്ന് പറഞ്ഞിട്ട് ബെന്യാമിൻ പറയുന്ന ഒരു പോർഷനും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൈസിങ് എബോവ് കൊറോണ ഡേയ്സ്, ദി ഇൻസ്പിറേഷൻ ജേർണി ഓഫ് ഗോട്ട് ലൈഫ്, അത് പൃഥ്വിരാജ്, ബ്ലസ്സി, ഒരുപാട് പേരിങ്ങനെ അവരുടെ എന്താ പറയുക സ്ട്രഗിളുകൾ, പിന്നെ അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് അവരുടെ സ്ട്രഗിളുകൾ പറയുന്നു. അപ്പോൾ ആ 2 വീഡിയോയും കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീല് കിട്ടിയത്, അതായത് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ 2 വീഡിയോ കണ്ടതിന് ശേഷം ഐ വാസ് ലൈക്ക് എന്താ പറയുക, മാൻ, ഇനി കാണാൻ പോകുന്നതൊരു ജേണിയാണ്. ഓക്കെ, ചിലപ്പോൾ ലൈഫിൽ നമ്മളൊക്കെ ഇനി വരും കാലത്ത് എക്സ്പീരിയൻസ് പെടാൻ സാധ്യതയുള്ളൊരു ഒറ്റപ്പെടൽ ജേണി. അപ്പോൾ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ആവുന്നത് മാത്രമല്ല, എല്ലാവരും ഉണ്ടായിട്ട് ഒറ്റപ്പെടുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അവിടെ നമ്മളെ മനസ്സാണ് ഒറ്റപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഈ സിനിമയിൽ നിന്ന് ഇതൊരു ലേണിംഗ് കർവായിരിക്കും കാണുന്ന പ്രേക്ഷകർക്ക് ഡെഫിനറ്റ്ലി. ബിക്കോസ് ഒറ്റപ്പെടലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു സംഗതി ഇതിനകത്തുണ്ടാവും. ഓക്കെ, എന്നാലും ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം.
ഈ സിനിമാ ചിത്രീകരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഓർക്കുന്നത് 10-15 വർഷങ്ങൾക്ക് മുമ്പ് ആടുജീവിതം നോവൽ എഴുതാനിടയായ കാരണങ്ങളും ആ നോവൽ എഴുതിയ ദിവസങ്ങളുമൊക്കെയാണ്. ആടുജീവിതം നജീബിനെ കണ്ടുമുട്ടിയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എഴുതിയ ഒരു നോവലല്ല. അതിനൊക്കെ മുമ്പേ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു നോവൽ പരുവപ്പെട്ടിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഒരു മനുഷ്യനും ദൈവവും മാത്രമുള്ള ഒരു ജീവിതം എന്തായിരിക്കും, അയാൾ എങ്ങനെയായിരിക്കും ദൈവത്തോട് സംവദിച്ചിരിക്കുക, എങ്ങനെയായിരിക്കും അയാളുടെ ഏകാന്തമായ ദിവസങ്ങളെ നേരിട്ടിരിക്കുക, അയാളുടെ കഠിനമായ ഏകാന്തതയും ഒറ്റപ്പെടലും മരവിപ്പുമൊക്കെ അതിജീവിക്കാൻ അയാൾ എന്ത് വഴിയായിരിക്കും തിരഞ്ഞെടുത്തത്. അങ്ങനെ ഒരു മനുഷ്യൻ മാത്രമുള്ള ഒരു നോവൽ എഴുതണമെന്ന വലിയ ആഗ്രഹം ദീർഘനാളായി കൊണ്ടു നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആടുജീവിതം ഒരു സിനിമയാക്കിയാൽ എന്താണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയും ഞാനും ബ്ലെസ് സാറും തമ്മിൽ അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുകയും അങ്ങനെ ഒരു തീരുമാനത്തിലെത്തപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം 10 വർഷം കഴിയുന്നു. പുസ്തകം പുറത്തിറങ്ങിയിട്ട് 10 വർഷം കഴിയുന്നു. ഈ 10 വർഷവും ഞങ്ങൾ സിനിമയെക്കുറിച്ച് സ്വപ്നം കാണുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോവലിലൂടെ വായിച്ചറിഞ്ഞ നജീബിനെ ദൃശ്യാനുഭവത്തിലൂടെ കണ്ടറിയുവാനുള്ള ഒരു വലിയ അവസരമാണ് ഉണ്ടാവുന്നത്. അതിലേക്കായി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. മികച്ച ദൃശ്യാനുഭവം നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ദ റൈറ്റർ ഹിംസെൽഫ്, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇന്നിപ്പോൾ നജീബ് എന്ന് പറഞ്ഞ അയാളുടെ ലൈഫ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുമ്പോഴൊക്കെ. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ നജീബിൻ്റെ മാത്രം ആയിരിക്കില്ല, ഓരോ പ്രവാസിയുടെ ജീവിതവും. ഇനി അത് പോയി വേറൊരു ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒറ്റപ്പെട്ട് പോകുന്ന സിറ്റുവേഷൻസ് പലതും ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ ചുറ്റും ആൾക്കാർ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടാവും ഇരിക്കുന്നത്. ഫിസിക്കലി നമ്മളെല്ലാവരും കുറേ ആൾക്കാരുണ്ട്, മെൻ്റലി നമ്മൾ ഒറ്റപ്പെട്ട ഒരവസ്ഥ. ഓക്കെ, ആ ഒരവസ്ഥ എങ്ങനെ ഒരാൾ സർവൈവ് ചെയ്യുന്നു? ഇപ്പോൾ ഇയാൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഗോഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്നെപ്പോലുള്ളവർക്ക് അത് അങ്ങനെ ഒരു കേസും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ലേണിംഗ് കർവുകൾ നമുക്ക് മനസ്സിലാവും. സ്ട്രഗിളുകൾ കാണുമ്പോഴും ഈ ലേണിംഗ് കർവ് എക്സ്പീരിയൻസുകൾ കാണുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്യും. ഞാൻ അങ്ങനെയാണ്. ഞാൻ ചിലരുടെയൊക്കെ ലൈഫ് കാണുമ്പോഴോ ചിലരൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഓരോന്നായിട്ട് അഡാപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഒരു ലേണിംഗ് പ്രൊസീജിയർ കൊണ്ടു നടക്കുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ലേണിംഗ് നെവർ എൻഡ്. സ്കൂൾ ലൈഫ് ഒരു അക്കാഡമിക്കൽ ലേണിംഗ് കഴിഞ്ഞാലും നമ്മളെ സറൗണ്ടിങ്ങിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അത് വിട്ട് കളയാൻ പാടില്ല. ഓക്കെ, ഞാൻ അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. ആൻഡ് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ പഠിക്കാൻ പറ്റുന്നത് ഡിജിറ്റലി ആണ്. അതായത് നമ്മുടെ ഫോണ്, നമുക്ക് അങ്ങനെ ഡിജിറ്റലി കിട്ടുന്ന എല്ലാ മാർഗ്ഗങ്ങളിലൂടെയും നമുക്ക് പഠിക്കാൻ പറ്റും. ടി വിയിലൊരു ഷോ കാണാം, ഫോണിൽ നമ്മളൊരു ഷോ കാണുന്നു, നമ്മൾ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. സോ എന്താ പറയുക, ദൂരങ്ങളൊക്കെ കുറഞ്ഞല്ലോ ഇപ്പോൾ. പണ്ടത്തെ പോലെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അച്ഛ വിളി മൊബൈൽ വിളിച്ചിട്ട് മറ്റേ ഇതിൽ കണ്ടിട്ട് ചെയ്യായിരുന്നു. പക്ഷെ പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ അച്ഛൻ ട്രങ്ക് കോളൊക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെ അച്ഛനെ വിളിക്കും, അല്ലെങ്കിൽ അച്ഛൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ കിട്ടാതെയോ എന്ന് അങ്ങനെയൊക്കെ കുറേ ലാൻഡ് ഫോണിലൊക്കെ ഇതാക്കുമ്പോഴൊക്കെ എനിക്കറിയില്ല അത് എത്ര പേർക്ക് കണക്റ്റ് ആവും എന്നുള്ളത്. അങ്ങനത്തെ ഒരു സ്ട്രഗിളിങ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡ് വേറെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബുക്ക് വായിക്കാത്തൊരു കൈൻഡ് ഓഫ് കൂട്ടമാണ്. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ട്. കുറേ ബുക്ക് എനിക്കങ്ങനെ വായനാ ശീലമൊന്നുമില്ല, എനിക്കത്ര പേഷ്യൻസും ഇല്ല. ഓക്കെ, വളരെ കുറവാണ് എൻ്റെ പേഷ്യൻസ്. എൻ്റെ അറ്റൻഷൻ ഒരു സാധനത്തേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും അത് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരിക്കും, അല്ലെങ്കിൽ ഇതിനോട് പറ്റുന്നൊരു കേസാണെന്ന് എനിക്ക് സെൽഫായിട്ട് തോന്നണം. സോ വായന എന്ന് പറഞ്ഞ സാധനം എനിക്ക് അങ്ങനെ നടക്കുന്ന കേസല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെപ്പോലുള്ളവരുടെ മുന്നിലേക്ക് ഇങ്ങനൊരു ട്രീറ്റ് തരുമ്പോൾ അത് ഭയങ്കരമാണ്. ഫോർ മീ ഐ എം വെരി താങ്ക്ഫുൾ. ലോകമെമ്പാടും കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽ അമരുന്നു എന്നുള്ള വാർത്തകൾ ഞങ്ങളെ ഭയപ്പെടുത്തുകയും ഏതാണ്ട് 60 ദിവസക്കാലം ഞങ്ങൾ ഈ മരുഭൂമിയിൽ ഒറ്റപ്പെടുകയും ചെയ്യുകയുണ്ടായി. പിന്നീടുള്ള ദിവസങ്ങളൊക്കെയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയോടുകൂടിയാണ് ഓരോ ദിവസം ഞങ്ങൾ കഴിഞ്ഞത്. അപ്പം അതിൽ ഏറ്റവും വലിയ പ്രഷർ എന്ന് പറഞ്ഞാൽ ബ്ലെസ് ചേട്ടന് മുമ്പിൽ എൻ്റെ ഈ 8 months ട്രാൻസ്ഫർമേഷനാണ്. ഇത് യൂസ് ചെയ്യണമല്ലോ, എൻ്റെ ട്രാൻസ്ഫർമേഷൻ, ഫിസിക്കൽ ട്രാൻസ്ഫർമേഷൻ വേസ്റ്റ് ആകരുതല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതായിട്ട് വന്നത്.
പലപ്പോഴും ചിന്തിച്ചതാണ് ഷൂട്ടിംഗ് മാറ്റുന്നതിനെക്കുറിച്ചോ പോസ്റ്റ്പോൺ ചെയ്യുന്നതിനെക്കുറിച്ചോ ഒക്കെ. അദ്ദേഹം ഏതാണ്ട് ഒരു 30 കിലോയോളം ഈ ഒരു പ്രോസസ്സിനായിട്ട്, ഈ ഒരു സിനിമയ്ക്കായിട്ട് ഭാരം കുറച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയാതെ വന്നത്. ജോർഡനിലേക്ക് പോകുമ്പോൾ ആ ഫൈനൽ 2 വീക്സ് ഞാൻ ഓസ്ട്രിയയിലെ വിവ മായർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയിൽ കുറച്ചുകൂടെ എന്തെങ്കിലും ഇതിനെ പുഷ് ചെയ്യാൻ പറ്റിയാൽ അതും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഓസ്ട്രിയയിൽ പോയി. അതായത് നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോയൊരു റീസെൻറ്റ് സിറ്റുവേഷനാണ് കൊറോണ. ഇവർ ഷൂട്ടിങ്ങിന് പോയി ജോർദാനിൽ പെട്ടു. അവിടെ പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു എൻറ്റയർ ക്രൂ പെടുകയാണ്. അവരുടെ ഫാമിലി ഇവിടെ നാട്ടിൽ, അവരവിടെ അന്യനാട്ടിൽ എന്താ എങ്ങനെ ഒരു പിടുത്തവും ഇല്ലാതെ, ആൻഡ് ഒരു മരുഭൂമിയിൽ. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ആട് ജീവിതം സിനിമ നോവലിലുള്ള ആ ഒരു നജീബിൻ്റെ അവസ്ഥ സെയിമാണ്. പക്ഷെ ഇതൊരു കൂട്ടം ആളുകളാണെങ്കിലും ഓരോ ആളുകളും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. കാരണം ഓരോരുത്തർക്കും മനസ്സിൽ സ്വന്തം ഫാമിലിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. സ്വയം ഏതോ ഒരു നാട്ടിൽ കടന്നിട്ടൊരു രോഗം വന്ന് മരിച്ചുള്ള അവസ്ഥ. അപ്പോൾ സ്വന്തം ഒറ്റപ്പെടലാണ്, കൂട്ടത്തോടു കൂടി ഇവർ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഒരു സിനിമ ഒറ്റപ്പെടലിൻ്റെ സിനിമ എടുക്കാൻ പോയിട്ട് എല്ലാവരും ഒറ്റപ്പെട്ട് ലോസ്റ്റ് ആയൊരവസ്ഥ. അത് വെരി റയർ, വൺ ഓഫ് കൈൻഡ്, ലൈക്ക് റയർ സിറ്റുവേഷൻസ് ആയിരിക്കും അല്ലേ ഇങ്ങനെ ഒരു കോയിൻസിഡൻസ്. എനിക്കറിയില്ല, ഞാൻ അടുത്ത കാലത്തൊന്നും എൻ്റെ അറിവിലില്ല ഇങ്ങനെ ഒരു സിനിമ ജേണി, ആടുജീവിതത്തിൻ്റെ ജേണി പോലൊരു ജേണി ഞാൻ ഇതുവരെയായിട്ട് കേട്ടിട്ടില്ല. സീരിയസ് ആയിട്ട് ഞാൻ ഈ 2 വീഡിയോ കൂടിയും കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ആടുജീവിതം എന്ന് പറഞ്ഞ ഈ മൂവിയുടെ ക്രൂവിൻ്റെ ജേണി ആ സിനിമയായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത്. സോ അതിൻ്റെ റിസൾട്ട്, എൻഡ് റിസൾട്ട് ഈ സിനിമയ്ക്കകത്ത് എന്താണെങ്കിലും കാണും. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടിപ്പോകും, ബട്ട് സ്റ്റിൽ നമുക്ക് മലയാളികൾക്ക് ഒരു ഓസ്കാറിനുള്ള വകുപ്പ് ചിലപ്പോൾ ഇതിനകത്തുണ്ടാവും. ഓക്കെ, കിട്ടിയാലും വലിയ അത്ഭുതമൊന്നുമില്ല. കിട്ടുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഈവൺ ഓസ്കാർ ആണെങ്കിൽ പോലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, കിട്ടും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അറിയത്തില്ല എന്താണെന്നുണ്ടെങ്കിൽ പടം വരട്ടെ, തിയേറ്റേഴ്സിൽ വരട്ടെ. അതിന് മുന്നേ തന്നെ ഇത് കുറേ ഫെസ്റ്റിവൽസിലൊക്കെ കാണിച്ചിട്ടുണ്ട്, കുറേ അവാർഡുകൾ ഇപ്പോൾ തന്നെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. സോ വാട്ട് എവർ, ഇനി പെട്ടെന്ന് ഈ സംഗതിയൊക്കെയാണ് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയത്. പിന്നെ ഓഫ് കോഴ്സ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ, ആ ബോഡി ട്രാൻസ്ഫോർമേഷൻ, എനിക്കറിയാം അതിൻ്റെ ഒരു സ്ട്രഗിൾ എന്താണെന്നുള്ളത്. നിങ്ങൾ തന്നെ എൻ്റെ ചില ഫോട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ഞാനൊരു 2 മാസം മുമ്പ് ഒരു 93 കിലോ ആയിരുന്നു, ഇപ്പോൾ ഞാൻ 70 കിലോ. സോ അത് റെഡ്യൂസ് ചെയ്യാൻ കുറച്ച് പൃഥ്വിരാജൊക്കെ പിന്നെ മെത്തേഡ് വെച്ച് അങ്ങനെ കറക്റ്റ് കുറച്ചായിരിക്കാം. ഞാനൊക്കെ തോന്നുന്നത് കുറുക്ക് വഴിയും പരിപാടികളൊക്കെ ആയിട്ട് കുറയ്ക്കുന്നതാണ്. ഇനിയും കൂട്ടും കുറയ്ക്കും. പക്ഷേ ഈ കൂട്ടും കുറയ്ക്കലും അത്ര നല്ല കേസല്ല. ഇതൊരു കൈൻഡ് ഓഫ് മറ്റേ മൂഡാണ്. എനിക്കങ്ങനെയാണ്, ഞാനങ്ങനെ കൂട്ടും കുറയ്ക്കും ചെയ്യാറ്. പക്ഷേ കുറയുമ്പോഴുള്ളൊരു സ്ട്രെസ് ഉണ്ട്, കൂടി എക്സ്ട്രീം ആകുമ്പോഴൊരു സ്ട്രെസ് ഉണ്ട്. പക്ഷേ 30 കിലോ ഒക്കെ കുറയുമ്പോഴൊരു മെൻ്റൽ സ്ട്രെസ് ഉണ്ട്. അതെത്ര കാലം ഇങ്ങനെ പിടിച്ചു നിർത്തുന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്രയും സ്ട്രഗിൾ എന്ന് പറയുന്നത്. അതങ്ങേരെ യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഡയറക്ടറിൻ്റെ അവസ്ഥ എന്താ? അത് സിറ്റുവേഷൻ കാരണം യൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പെട്ടുപോയി. ഇയാൾക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. പൃഥ്വിരാജിനാണെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തൊന്നും അങ്ങനെ ഒന്നും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ബ്ലസ് യൂസ് ചെയ്യുമെന്നും വലിയ പിടുത്തൊന്നുമില്ല. ഓക്കെ, എന്താണെങ്കിലും ആ സ്ട്രഗിൾ അത് സിനിമയുടെ എന്താണോ സ്റ്റോറി അതുപോലെ തന്നെ അതിൻ്റെ ഗ്രൂവും പെട്ടുപോയത്. ഞങ്ങൾ ഈ ഒരു വലിയൊരു ഒരു ഡെസേർട്ടിനുള്ളിലെ കൂരകൾക്കുള്ളിൽ ഒരു 75 പേര് നമ്മുടെ ഇന്ത്യൻ ക്രൂവും ജോർദാനിൽ നിന്നുള്ളൊരു ക്രൂവും മാത്രമായി ഈ ക്വാറന്റൈനിലേക്ക് കഴിയേണ്ട അവസ്ഥ വരുന്നത്. നമ്മുടെ പ്ലാനുകൾ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ പ്ലാനുകളും തകിടം മറിഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ആ കാലഘട്ടങ്ങളിലൊക്കെ ജനങ്ങൾക്ക്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ടീമിന് പലവിധമായ ഒരു സൈക്കോളജിക്കൽ ഒരു ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും കൂട്ടമായി ആൾക്കാരിൽ മാനസികമായ പല പ്രയാസങ്ങളിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് ശരിക്കും പ്ലസ് ചേട്ടൻ ഞാനൊക്കെ തീരുമാനിച്ചത്, നമ്മളൊരു എവറി 3 or 4 days ഡിന്നർ ടൈമിലോ അല്ലെങ്കിൽ ലഞ്ച് ടൈമിലോ എല്ലാവരുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കണം. വി ഹാവ് ടു അഡ്രസ് തിങ്സ് വിത്ത് എവറി വൺ. ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികമായ നില തകരാറിലാകാൻ പാടില്ല. എല്ലാവർക്കും ഒറ്റ സ്വരമായിരിക്കണം, ഒറ്റ ചിന്തയായിരിക്കണം. അങ്ങനെ ഒരാൾക്ക് പോലും മനസ്സുകൊണ്ട് പതറാൻ പാടില്ല. ദൈവം സഹായിച്ച് നമ്മൾക്ക് ഭക്ഷണമുണ്ട്,
താമസമുണ്ട്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ശരിയാണ്, വീട്ടുകാരെ കുറിച്ചൊക്കെ ഉള്ള ഒരു ആദികളൊക്കെ കാണും. ഒറ്റപ്പെട്ടു പോയി, വേറെ ആക്ടിവിറ്റീസ് ഇല്ല. സിനിമ ഒരു ഷെഡ്യൂളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ എല്ലാവരും മെയിൻ റോൾ ചെയ്യുന്ന ഡയറക്ടർ, ഇനി എല്ലാം ഇനി അവിടെ പ്രൊഡ്യൂസർ ആണെങ്കിൽ പോലും, ഇനി ലൈറ്റ് ബോയ് ആണെങ്കിൽ ആരാണെങ്കിലും സിനിമ ക്രൂ ഫുള്ള് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് അവേഴ്സിൽ അവർ പൊരിഞ്ഞ പണി തരും. അവർ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ പണിയെടുക്കുന്ന ആളുകളാണ്. ഇത്രയും പണിയെടുക്കുന്ന, ഇത്രയും എന്താ പറയുക ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളെ കംപ്ലീറ്റ്ലി കൊണ്ടുപോയി ഒരു സ്ഥലത്താണ് ഇട്ട്. ഏതോ രാജ്യത്ത് ഏതോ മരുഭൂമിയിൽ ഒന്നും അറിയാതെ ഒരു ആക്ടിവിറ്റി ഇല്ലാതെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കില്ലേ? ആ ആടുജീവിതം എന്ന് പറഞ്ഞ സ്റ്റോറി ലൈനിലുള്ള ക്യാരക്ടറും ഇവരും ഓൾമോസ്റ്റ് രണ്ടുപേരും ഒരു സെയിം പോയിന്റിൽ വന്ന് നിൽക്കുക. എൻറ്റയർ ടീം ആടുജീവിതത്തിൽ ആ നജീബിൻ്റെ ക്യാരക്ടർ ഉണ്ടാ ഒരു പോയിന്റിനകത്ത് ഒന്നുമില്ല, അങ്ങനെ പോവുക, വെറുതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ സ്ട്രഗിളാണ് ചോദിച്ചാൽ കൊടൂര സ്ട്രഗിൾ. മനസ്സിനകത്ത് ഫുള്ള് വിഷമവും സങ്കടവും ദേഷ്യവും അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നിട്ട് പിന്നെ അവിടെ നിന്നൊരു ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് അവർ ഗ്രൂപ്പപ്പ് ചെയ്ത് അതിൽ ഒരാൾ ലീഡ് ചെയ്ത് അവരെല്ലാവരെയും ചിയർ ചെയ്ത് കൊണ്ടുവന്ന്, അത് ഇതെന്താ പറയുക സിനിമയേക്കാൾ എന്താ പറയുക മുകളിൽ ഇവരുടെ ഇനി ഇവരുടെ അനുഭവങ്ങൾ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കാം. എങ്ങനെയാണ് ആടുജീവിതം ഉണ്ടാക്കിയെന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഈ സാധനം ഇങ്ങനെ കൊണ്ടുപോയി തിയേറ്ററിൽ ഇട്ടാലും അത്യാവശ്യം ആൾ വരും കാണാൻ. നമ്മുടെ ഷൂട്ട് പെർമിഷൻ ഡിനൈഡ് ആയത് നീണ്ടു പോയി. തിരിച്ചൊരു പെർമിഷൻ കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് ഉള്ളൊരു വസ്തുത ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മളിപ്പോ എന്താ വെച്ചാൽ നമ്മൾ ഇതിപ്പോ മറ്റന്നാൾ പോകാൻ പറ്റും, അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് പോകാൻ പറ്റും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ കൂടും. നമ്മൾ ഇവിടെ ഓട്ടോത്തിനെ കറക്കാനൊക്കെ പഠിക്കുക. ബ്ലസ്സറിന് എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്, രാജു ഇനി എന്ന് നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ ഷൂട്ട് ചെയ്താലും രാജു ഇനി ഒന്നുകൂടെ ചെയ്യണ്ടേ, രാജുവിന് ഈ ട്രാൻസ്ഫർമേഷൻ ഒന്നുകൂടെ ചെയ്യണ്ടേ. അതാണ് ബ്ലസ്സറിൻ്റെ അടുത്ത് എന്നും രാത്രി ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെയും ബ്ലസ്സറിനോട് പറഞ്ഞു, ബ്ലസ്സേട്ടാ അല്ലാതൊരു ചോയ്സ് ഉണ്ടോ? അതായത് നമുക്കിപ്പോൾ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അതിനുള്ളൊരു ചോയ്സ് ഒക്കെ ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടത്. ഒരു ചോയ്സും ഇല്ല. നമ്മൾ ഓൾറെഡി ബ്ലസ് ആയിട്ടും ഞാനും നമ്മുടെ ജീവിതത്തിന്റെ ഇത്രയും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നൗ ഐ ഹാവ് ടു സീ ഇറ്റ് ത്രൂ. ഒരു തരത്തിൽ വി വർ ഫോർച്ചുനേറ്റ്. കാരണം നമ്മൾ ആ ഡെസേർട്ട് ക്യാമ്പിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ വി ഹാഡ് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ഫുഡ്, സേഫ് അക്കോമഡേഷൻ, ഹാവിങ് ഡിന്നർ ടുഗെദർ. നമ്മളൊരു 85 പേര് ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ പാലിക്കുന്നൊന്നുമില്ല. കളിക്കുവാനായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു കളിക്കാനായിട്ടുള്ള യാതൊരു സാധനങ്ങളും നമ്മുടെ ഇല്ല. അപ്പോഴാണ് മനുഷ്യൻ ഈ സർവൈവലിൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വിദഗ്ധമായി ഒരു ബാറ്റ് ഉണ്ടാക്കി. അപ്പോഴാണ് തട്ടാൻ ബോളില്ല. അപ്പോൾ ബോളിന് വേണ്ടി ഈ ഹവായി ചപ്പൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് ബോളുണ്ടാക്കി. ആ സമയം എൻജോയ് ചെയ്തു. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, പൃഥ്വിരാജ് ആണെങ്കിലും ഈ ഒരു എൻറ്റയർ ക്രൂ ആടുജീവിതത്തിൻ്റെ ഇവരുടെ ലൈഫിൽ ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാവില്ല, ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇനി ഇവർക്ക് ഉണ്ടാവില്ല. വൺ ഓഫ് എ കൈൻഡ്. പിന്നെ ബ്ലസ്സി പറഞ്ഞൊരു കേസുണ്ട് ഇതിനകത്ത്, സർവൈവൽ സ്കില്ല്. ആടുജീവിതത്തിലെ നജീബ് പഠിച്ച അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്ത സർവൈവൽ സ്കിൽസ് എങ്ങനെ അയാൾ ഈ സിനിമയെ ഈ ക്രൂവിൻ്റെ ഭാഗമായിട്ടുള്ള ആരോട് നിങ്ങൾ ചോദിച്ചോ. ഇപ്പം എന്നോടൊക്കെ ഒന്ന് ചോദിച്ചാലും സർവൈവൽ സ്കിൽ എന്താ, അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യുമോ സർവൈവലിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഒരാൾ പെട്ടുപോയി, മൂത്രം കുടിക്കുമോ, നമുക്ക് ആലോചിക്കാനോ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ബെയർ ഗ്രിൽസൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് പെട്ടുകൊണ്ട് ഒരാൾ ചെയ്യുമോ എന്നുള്ളത് നമ്മളെ ഇമാജിനേഷനിൽ വരില്ല. ചിലപ്പോൾ നമുക്ക് കാണുമ്പോഴും കേൾക്കുന്നത് എന്ന് തോന്നും. പക്ഷെ ഇങ്ങനെയൊക്കെ പെട്ടുപോയി കൊടുക്കും, പെട്ടുപോയ വേറെ വഴിയില്ല. ഈ ക്രൂവിലുള്ള ഓരോരുത്തർക്കും ചിലപ്പോൾ ആടുജീവിതത്തിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ സർവൈവൽ സ്കിൽസിനൊന്നും ഒരിക്കലും ഡൗട്ട് ചെയ്യാൻ പറ്റില്ല. അവർ കുറേയും കൂടി പറഞ്ഞു തരും ചിലപ്പോൾ നമുക്ക് പെട്ടുപോയ എന്തൊക്കെ ചെയ്യുന്നുള്ളത്. അതായത് സെൽഫ് എക്സ്പീരിയൻസ് ചെയ്തവർ പിന്നെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. കാരണം ഒരു ആക്ടിവിറ്റിയും ചെയ്യാനില്ലാത്തടത്തുനിന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി അവർ ഓരോ ഫെസ്റ്റിവൽസ് ആഘോഷിച്ചു, ക്രിക്കറ്റ് കളിച്ചു, അതിന് ബാറ്റ് ഉണ്ടാക്കി, ബോൾ ഉണ്ടാക്കി, ഭയങ്കരം തന്നെ ഇടയ്ക്ക്. അപ്പോൾ ഇന്ന് രാവിലെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന്
നേരിട്ട് വിളിച്ച് സെക്രട്ടറി സംസാരിക്കുകയുണ്ടായി. അവർ നേരത്തെ തന്നെ നോർക്ക മുഖേന അംബാസഡറുമായിട്ട് സംസാരിക്കുകയും അംബാസഡറിൻ്റെ ഓഫീസിൽ നിന്ന് നമ്മളുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. നമ്മളെല്ലാം നീറ്റായിരിക്കുക, നമുക്ക് ആരോഗ്യം നമ്മുടെ നോക്കുക. കാരണം ഒരാൾക്കെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംശയിക്കും, അത് ക്വാറന്റൈനിലേക്ക് പിന്നെ ബാക്കി എല്ലാവരും പോകേണ്ടി വരും, അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കൊരു ഫ്ലൈറ്റ് ഓർഗനൈസ് ചെയ്ത് തിരിച്ച് പോകാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി ഒരു 1-2 ആൾക്കാർ ചോദിച്ചു. ഒരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പോകുന്നതിന്റെ നമ്മുടെ ഭാഗ്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പോകാൻ സാധിക്കുമെങ്കിൽ അതിന്റെ സാമ്പത്തിക വശത്തിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് നമുക്കുണ്ട്. ഇൻ ടേംസ് ഓഫ് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇന്ത്യയേക്കാൾ ഒരുപാട് സേഫാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ജോർഡനിൽ തന്നെ ഏറ്റവും സേഫായ സ്ഥലങ്ങളിലൊന്നാണ് വാദിറം. പിന്നെ ഇവിടെ ഭക്ഷണത്തിനൊന്നും മുട്ടില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ രാത്രി വേറെ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് പറ്റിയില്ല. ഇത് ബ്ലസ്സിക്ക് വേണ്ടി മാത്രമല്ല, ബ്ലസ്സിയുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും അവിടെ ചെയ്തു തരാൻ ആൾക്കാരുണ്ടെന്നറിയാം. 2 മാസക്കാലം സ്വന്തം സഹോദരങ്ങളെ പോലെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒന്നും ചിന്തകളില്ലാതെ ഒരുമിച്ച് ഒന്നായിട്ട് ജീവിക്കുവാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമായിട്ടാണ് ഈ കൊറോണ കാലത്തിനെക്കുറിച്ച് ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഗോട്ട് ലൈഫ് ഇതൊരു ജേണി തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെ ഇവർ എക്സ്പീരിയൻസ് ചെയ്ത പോലെ കൊറോണ ഡേയ്സ് നമുക്കും ഇങ്ങനെ തന്നെയായിരിക്കും. ഞാനൊക്കെ അതായത് പൊട്ടിത്തെറിച്ച് അലമ്പായി നടന്നുകൊടുത്തത് ഒറ്റയടിക്ക് വന്ന് അമ്മമ്മേൻ്റെയും മുത്തശ്ശൻ്റെ ഒപ്പമാണ് നിന്നത്. ഞാൻ ലൈഫിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒപ്പം നിന്നതിനേക്കാൾ കൂടുതൽ അമ്മമ്മേൻ്റെയും മുത്തശ്ശൻ്റെയും ഒപ്പം. അമ്മമ്മയും മുത്തശ്ശനും എനിക്ക് ഭയങ്കര ക്ലോസ് ആയി. ഞാൻ ഭയങ്കരമായിട്ട് പലതും പഠിച്ചു. അത് തിരിച്ച് കിട്ടില്ല. ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഒരിക്കലും ആലോചിക്കാൻ പാടില്ലാത്തൊരു കാര്യം, ബട്ട് സ്റ്റിൽ ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഒരു കൊറോണയും കൂടി വന്നിരുന്നെങ്കിൽ, ഒരു ലോക്ക്ഡൗണും കൂടി വന്നിരുന്നെങ്കിൽ. അതങ്ങനെ മിസ്സിങ് ആണത്. ഇനിയിപ്പോൾ അടുത്തൊരു ജനറേഷൻ നമ്മളെങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് അനുഭവിച്ച നമുക്ക് തന്നെ അറിയും. കാരണം അതിൻ്റെ ഒരു സംഗതി ഭയങ്കര ഡേഞ്ചറായിരുന്നു. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് എക്സ്പീരിയൻസുകൾ കിട്ടി, ഒരുപാട് നല്ല നല്ല. ഈ കൊറോണ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊന്നും ഒരിക്കലും എനിക്കൊന്നും ഒരു ചേഞ്ചേ വരില്ലായിരുന്നു. എന്നെ നിങ്ങൾ ഇവിടെ കാണുകയില്ല ഇപ്പോൾ ഈ മൊബൈലിൽ സംസാരിച്ചിട്ടൊന്നും. സോ ഇത് തന്നെ നോക്ക്, നിങ്ങൾ ഒരു സിനിമ എടുക്കാൻ പോയി, ഈ ഒരു സിറ്റുവേഷൻ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ചുമ്മാ അവിടെ പോയി പടം എടുത്ത് തിരിച്ചു വരും, അത്ര തന്നെ. പൃഥ്വിരാജ് വരുന്നു, പൃഥ്വിരാജിൻ്റെ ഡേറ്റ്സിന് എടുത്തിട്ട് പോകുന്നു, ബാക്കിയുള്ളത് അവർ ഷൂട്ട് ചെയ്യുന്നു, അവരും പോരും. ഇത് മോർ ദാൻ എ ഫിലിം. ഇവർക്കിതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററിൽ സ്ക്രീനിൽ വരുമ്പോൾ ഇത് കാണുക, അത് മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ വരിക എന്നുള്ളത് പ്രൗഡാണ്.